ഹലോ ഗൈസ്, കൺസെപ്റ്റോടുള്ള പഠിത്തം നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആണോ? അതെ, ഇമ്പോർട്ടൻ്റാ. റിവിഷൻ ചെയ്യല് നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആണോ? ഇമ്പോർട്ടൻ്റാ. ടൈം മാനേജ്മെന്റ് നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആണോ? അതും ഇമ്പോർട്ടൻ്റാ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാ. ഇതൊക്കെ നമ്മൾ മാനേജ് ചെയ്തു എന്ന് എങ്ങനെ അറിയാമെന്നറിയോ മക്കളെ? എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. നീറ്റിനെ പോലെ തന്നെയുള്ള നീറ്റിന്റെ അതേ ലെവലിൽ നിൽക്കുന്ന ഒരുപാട് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യണം. അതെ മക്കളെ, നിങ്ങൾക്ക് ഈ മാസം 27-ാം തീയതി ഒരു മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ എഡ്യൂപോർട്ട് ഒരു അവസരം നൽകുകയാണ്. ആദ്യത്തെ എക്സാം 13-ാം തീയതി കംപ്ലീറ്റ് ആയി. അന്ന് എഴുതാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും ഈ 27-ാം തീയതി വരുന്ന എക്സാം അറ്റൻഡ് ചെയ്യാം. നീറ്റിന് തൊട്ട് മുമ്പ് ഇങ്ങനെയുള്ള എക്സാമുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമ്മൾ എത്രമാത്രം പഠിച്ചു, നമ്മുടെ കൺസെപ്റ്റുകൾ എത്രമാത്രം ക്ലിയറായി, നമ്മുടെ വീക്ക് ടോപ്പിക്കുകൾ ഏതാണ്, നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ നടക്കുന്നു, നമ്മുടെ ടെൻഷനുകൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു, അതൊക്കെ നോക്കാൻ മോക്ക് എക്സാമുകൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാനൊക്കെ റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്. എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ സത്യത്തിൽ അന്ന് അക്കാലത്ത് ഞാൻ ചെയ്തിരുന്ന മോക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഞാൻ മോക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടുമെന്ന് കരുതിയ ഒരാളായിരുന്നു ഞാൻ. പിന്നീട് അതിന് ശേഷം മോക്ക് എക്സാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചത്, ഒരു കൊല്ലം പഠിച്ചത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റി എന്നതൊക്കെ നമുക്ക് മോക്കിലൂടെ അറിയാൻ പറ്റും മക്കളെ. അതുമല്ല, 4-ാം തീയതിയാണ് എക്സാം. 4-ാം തീയതിയുള്ള എക്സാമിന് ഇനി 12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ സാറേ? ഞങ്ങൾ റിവൈസ് ചെയ്യണം. നിങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യണം. വീക്ക് ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും വായിക്കണം. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? ഇതേപോലത്തെ മോക്ക് എക്സാമുകളും അറ്റൻഡ് ചെയ്യണം. മെയ് 4 നമ്മൾ ഈ എക്സാം എഴുതാൻ പോകുമ്പോഴുണ്ടല്ലോടാ, യാതൊരു മിസ്റ്റേക്കുകൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അതെന്തും ഏത് രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് പോലും നമുക്ക് വരാൻ പാടില്ല. അതിന് ഏറ്റവും നല്ലത് ഈ മോക്ക് എക്സാമുകൾ എഴുതുക. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ പറ്റുന്നത്, അതിൽ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ പിഴവുകളായി നിങ്ങൾ കണക്കാക്കുന്നത്, അതൊക്കെ തിരുത്തിയിട്ട് വേണം മക്കളെ മെയ് 4 എക്സാമിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാൻ. ഓക്കെ, എന്തായാലും നല്ല പോലെ പഠിക്കുക. ഈ എക്സാം ബാക്കി പറയുന്ന പോലെ അല്ല, ബാക്കി ഒരു കാര്യത്തിലും പറയുന്ന പോലെ അല്ല. പറ്റുമെങ്കിൽ എഴുത് എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാ നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളും ഏപ്രിൽ 27-ാം തീയതി കൃത്യമായിട്ട് നിർബന്ധമായിട്ട് ഈ എക്സാം അറ്റൻഡ് ചെയ്യുക, എഴുതുക. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുക. അതില്ലാതെ മെയ് 4 അടിച്ചു പൊളിച്ചെഴുതുക. 2 മണിക്ക് കയറി 5 മണിക്ക് എഴുതി വരുമ്പോൾ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണം. അമ്മയോടും അച്ഛനോടും ഒക്കെ പറയാൻ പറ്റണം, ഞാൻ എഴുതിയമ്മേ, നല്ല മാർക്ക് കിട്ടുമമ്മേ. എന്നിട്ട് പോയിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് മെറ്റീരിയലും വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ആൻസറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഓരോ ആൻസറിന് ടിക്ക് കൊടുത്ത് 4 മാർക്ക് കൂട്ടി ഒരു 600 650 പ്ലസും ഒക്കെ കിട്ടുമ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ മക്കളെ, അത് അടിപൊളിയാ. അതേപോലെ അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ പറയാം, അത് നല്ലൊരു എക്സ്പീരിയൻസാ. 650 വെറും ഒരു എക്സാമിലെ സ്കോർ മാത്രമല്ലടാ, നിങ്ങളുടെ ലൈഫിൽ കിട്ടാൻ പോകുന്ന ഡോക്ടർ എന്ന പദവിൻ്റെ മാർഗ്ഗമാണ്. ആ ഡോക്ടർ എന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് കയറാനുള്ള അർഹതപ്പെട്ട മാർഗ്ഗമാണത്. കിട്ടും മക്കളെ, നമ്മൾ അടിച്ചു പൊളിക്കും. ഈ എക്സാം നമുക്കുള്ളതാടാ. അപ്പോൾ പോയി എഴുതുക. 27-ാം തീയതി മറക്കല്ല്, അടിച്ചു പൊളിച്ച് എഴുതി വരിക. ഓക്കെ, ഗുഡ് ലക്ക് ഗൈസ്.